തങ്ങൾ പറയാണ്, അള്ളാന്റെ ഹബീബായ തങ്ങൾ, നിങ്ങൾ അങ്ങനെ പോകരുത്. വർഷങ്ങൾ കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോ പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, സത്യത്തിൽ ആ ഭാര്യക്കൊക്കെ നിങ്ങളെ പെട്ടെന്ന് കാണുമ്പോ ഒക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഭാര്യക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അല്ല, എന്റെ ഇക്ക വന്നപ്പോ ഞാൻ മോശമായ ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്, അല്ല മീൻ കണ്ടിച്ചോണ്ടിരുന്നപ്പോ ആണല്ലോ ഇക്ക ഓടി ഞാൻ ഇക്കാനെ സ്വീകരിക്കാൻ വന്നത്, എനിക്കൊന്ന് റെഡിയായി നിൽക്കാൻ പറ്റും. അവർക്കൊരു ആഗ്രഹം ഉണ്ടാവൂലേ, പുതിയ പെണ്ണിനെ പോലെ മാഷാ അല്ലാ, നിങ്ങളുടെ ആ കണ്ണുകൾക്ക് കുളിർമയാകുന്ന രീതിയിൽ അവർക്കൊന്ന് ഒരുങ്ങി നിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്ക് അങ്ങനെ ആഗ്രഹമുള്ള സഹോദരിമാരല്ലേ നിങ്ങളെ ഭർത്താക്കന്മാര് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസവും അല്ലെങ്കിൽ 2 മാസം രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? നല്ല സുന്ദരിയായി നല്ല റാഹത്തായിട്ട് ആ ഭർത്താവിനെ സ്വീകരിക്കാന്നുള്ളത് അല്ലേ? നിങ്ങൾ പറയും നിങ്ങളെ മനസ്സ് നിങ്ങൾക്കല്ലേ അറിയൂ, പെണ്ണുങ്ങളെ മനസ്സ് നിങ്ങൾക്കല്ലേ അറിയൂ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കേ, നിങ്ങൾ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഭാര്യ വീട്ടിലില്ലെങ്കിലോ, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യക്ക് ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും തിരക്കായിട്ട് എവിടെങ്കിലും പോയെങ്കിലോ അത് ഇങ്ങൾക്കും ഒരു ചടപ്പാവും, ഓർക്കൊരു ചടപ്പാവും. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള സർപ്രൈസ് ഒക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിലേക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ ഭാര്യയടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടേ വരാവൂ. നിങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ പോട്ടെ, നിങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, കട അടയ്ക്കുന്ന സമയത്ത് വിളിക്കണം, മോളെ ഞാൻ കട അടച്ചിട്ടുണ്ട്, ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. ഇത് പറയൽ സുന്നത്തായ കാര്യമാണ്, കൂലിയുള്ള കാര്യമാണ്. അത് ഭർത്താക്കന്മാര് ശ്രദ്ധിക്കാവോ, ഭാര്യമാരെ മാത്രം കുറ്റം പറയില്ല. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് വരുന്നപ്പോ അവർക്ക് അറിയണമെന്നില്ല, നിങ്ങൾ ഏത് സമയത്താ വരുന്നതെന്നല്ല അവർക്കറിയില്ല. നിങ്ങളൊരു കൃത്യസമയം ഞാൻ 11 മണിക്ക് വരും, അതിന് ഞാൻ ഇന്നൊരല്പം താമസിക്കും. രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ താമസിച്ച് വരുന്നുണ്ടെങ്കിൽ ഭാര്യ വിളിച്ച് പറയാടി, ഞാൻ ഉറങ്ങിക്കോ, ഞാൻ വരുമ്പോ വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു കൂട്ടുകാരായിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണ്, ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ 11 കാലൊക്കെ ആകുമ്പോ വരും എന്നെന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവങ്ങൾ അത്രയും നേരം ഉറക്കൊഴിച്ചിരിക്കണ്ടല്ലോ, അവർക്ക് ഉറങ്ങാലോ. ആ സമയത്താകുമ്പോ നിങ്ങൾ അലാറം വെക്കോ അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് എടുക്കുകയോ ഒക്കെ ചെയ്യാം. മാഷാ അല്ലാഹ്, അതിനൊരു സന്തോഷമുണ്ട്. അല്ലാണ്ട് ഇത് പറയാണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ചുമ്മാ ബെല്ലടിച്ചിട്ട് എടുക്കാതെ അവർ പാവങ്ങൾ ഉറങ്ങിപ്പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഫുള്ള് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഫുള്ള് ജോലിയായിട്ട് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വന്നാലും എവിടെ നിന്ന് വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിളിച്ചിട്ട് വരണം. അപ്പൊ നിങ്ങളെ അള്ളാന്റെ ഹബീബായ തങ്ങൾ പറയാണ്, നിങ്ങളെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോ നിങ്ങളുടെ പുന്നാരയ്ക്കുണ്ടല്ലോ ജോലി കഴിഞ്ഞിട്ട് കടയിൽ നിന്ന്, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാസ ലോകത്ത് നിന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുമ്പോ മാഷാ അല്ലാഹ് നിങ്ങളുടെ ഇക്ക ഇന്ന സമയത്ത് വരുന്നെന്നറിഞ്ഞു കഴിഞ്ഞാ ആ സമയവും കാത്തു നിൽക്കണേ. അതാ മനോഹരമായി നല്ല സൗന്ദര്യവതിയായി ആയിക്കാട മനസ്സിൽ അതാ കുളിർമയുള്ള ഒരു പെണ്ണായി, പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങൾ അങ്ങനെ നിൽക്കണമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാ, ഇന്തിലാറു ഖുദൂമി സൗജിഹാ, ഇന്തിലാറു ഖുദൂമി സൗജിഹാ, ഭർത്താവ് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം സഹോദരിമാരെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, ഭർത്താവ് വരുമ്പോ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ട് വരണമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അതൊരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്, ഭർത്താവിനെ പ്രതീക്ഷിച്ച് നിൽക്കലെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ.
അൽഹംദുലില്ലാ എന്റെ ഇക്ക ഇപ്പോ വരും, എന്റെ ഇക്ക ഇപ്പോ വരും, മാഷാ അല്ലാഹ് എന്നിങ്ങനെ മനസ്സിൽ നല്ല സന്തോഷത്തോടുകൂടി സമയമായി ഇപ്പൊ കയറി വരും. ഇവിടെ മൊത്തം പ്രശ്നമായിരിക്കും ഇനിയിപ്പോ, പിന്നെ മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവൂല. അങ്ങനെയല്ല, സന്തോഷത്തോടുകൂടി പ്രതീക്ഷിച്ച് നിൽക്കണം നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാൻ കിടക്കും.